ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കാവേരിയുടെ ജീവിതത്തിൽ പുതിയ വെല്ലുവിളികളൊക്കെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനെയൊക്കെ നമ്മുടെ കാവേരി നിഷ്പ്രയാസം തരണം ചെയ്യുകയും ചെയ്യും. അപ്പം ഇന്നത്തെ വിശേഷം എന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുതേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാം. അങ്ങനെ ബോധം ഇല്ലാതെ കിടക്കുന്ന നിളയെ കാണുമ്പോൾ എല്ലാവർക്കും ഒരുപാട് സങ്കടം വരികയാണ് കേട്ടോ. കാവേരിക്ക് തൻ്റെ കുഞ്ഞനുജത്തിയുടെ ആ കിടപ്പ് കാണാനേ സാധിക്കുന്നില്ല. കുഴപ്പമൊന്നും ഉണ്ടാകില്ല എന്നൊരു ചിന്തയോട് കൂടിയാണ് അവരെല്ലാവരും അവിടെ നിൽക്കുന്നത്. അപ്പം കാഷ്വാലിറ്റിയിൽ അവിടെ കിടത്തിയിരിക്കുന്ന നമ്മുടെ നിളയെ കാണണമെന്ന് പറഞ്ഞ് ശാരദ വാശി പിടിക്കുക. അപ്പം നേഴ്സുമാർ ശാരദ കടത്തി വിടുകയാണ് കേട്ടോ. തൻ്റെ മകളുടെ ആ അവസ്ഥ കാണുമ്പം എന്ത് ചെയ്യണമെന്നറിയാതെ ശാരദ നിളയുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പം പതിയെ നിളയ്ക്ക് ബോധമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അടുത്ത് നിന്ന് സംസാരിക്കുക. എന്നിട്ട് കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ. ഇളയ കുഞ്ഞാണ്, അത്രയേറെ വാത്സല്യത്തോടെ താൻ കൊണ്ടു നടക്കുന്ന കുഞ്ഞ്. അവളുടെ ഈ അവസ്ഥ കാണുമ്പം ശാരദയ്ക്ക് ഒട്ടും തന്നെ സഹിക്കാനായിട്ട് സാധിക്കുന്നില്ല. പെട്ടെന്ന് നിളയുടെ ആൾക്കാർ ആരാണെന്ന് ചോദിച്ചുകൊണ്ട് ഡോക്ടർ അങ്ങോട്ട് വരിക. അപ്പൊ കാവേരിയും വിനീതും ഗംഗയും അടുത്തുണ്ട്. അവരെ 3 പേരും കൂടി അടുത്തേക്ക് ചെല്ലുക. ഡോക്ടർ, എൻ്റെ അനുജത്തിയ നിള, അവൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് കാവേരി ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ ഡോക്ടർ പറയും, കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ ആ കുട്ടിയുടെ ഹാർട്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട് എന്ന് പറയാം. അപ്പൊ ഹാർട്ടിന് പ്രശ്നം എന്ന് കേൾക്കുന്ന എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുക. അപ്പൊ ഗംഗ ചോദിക്കും, ഹാർട്ടിന് പ്രശ്നമോ? ഡോക്ടർ എന്താ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കാം. ഇത് ഇപ്പൊ തുടങ്ങിയ ഒരു പ്രശ്നമായിട്ടല്ല ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. ആ കുട്ടി ജനിച്ചപ്പോൾ മുതൽ ഹാർട്ടിന് ചെറിയൊരു ഇഷ്യൂ ഉള്ളതായിട്ടാണ് കാണുന്നത്. മിക്കവാറും അന്നത്തെ ഡോക്ടർ നിങ്ങളോട് ആരോടെങ്കിലും അക്കാര്യം പറഞ്ഞിട്ടുണ്ടായിരിക്കണം എന്ന് പറയാം. അപ്പൊ കാവേരി ചോദിക്കും, ഡോക്ടർ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ, പേടിക്കേണ്ട പ്രശ്നമൊന്നും അല്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന ഡോക്ടർ പറയും, പേടിക്കണ്ട എന്ന് പറയാൻ പറ്റില്ല. ഇതിപ്പം നമുക്ക് പൂർണ്ണമായിട്ടും ഭേദമാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ തന്നെയാണ്. അതിന് ചെറിയൊരു സർജറി നടത്തേണ്ടതായിട്ട് വരും എന്ന് പറയാം. അത് കേൾക്കുന്ന കാവേരി ഞെട്ടിത്തെറിച്ച് നിൽക്കുക. സർജറിയോ എന്നുള്ള രീതിയിൽ ഇത്രയും ചെറിയ കുഞ്ഞിന്റെ ഹാർട്ടിന് സർജറി എന്നുള്ളത് അവർക്ക് ആർക്കും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ വിനീതിന്റെ മനസ്സിലേക്കും നമ്മുടെ നിളയുടെ കുറുമ്പും കുസൃതിയും ഒക്കെ കടന്നു വരിക. അപ്പൊ വിനീത് പറയും, ഡോക്ടർ, വേറെ ഒരു മാർഗവും ഇല്ലേ? മരുന്നുകൊണ്ടൊന്നും ഈ പ്രശ്നം മാറില്ലേ എന്ന് ചോദിക്കാം. ഡോക്ടർ പറയും, ഹാർട്ടിന് ഓപ്പറേഷൻ ചെയ്യുക തന്നെ വേണം. ഇപ്പൊ തന്നെ സമയം വൈകിയെന്നേ ഞാൻ പറയത്തുള്ളൂ. കുഞ്ഞിലെ തന്നെ ഇക്കാര്യം നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് ഭേദമാക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയും വൈകിയ സ്ഥിതിക്ക് കുട്ടി ഇടയ്ക്കിടയ്ക്ക് തലകറങ്ങി വീഴുന്നത് ഈ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് എന്ന് ഡോക്ടർ തീർത്തു പറയാണ്. അത് കേൾക്കുന്ന 3 പേരും ഞെട്ടിത്തെറിച്ച് നിൽക്കുക. ഇപ്പം കുട്ടിയെ തൽക്കാലം നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം. പിന്നീട് നിങ്ങൾ വിദഗ്ധമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പരിശോധിച്ച് ഇവിടെ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ഇല്ല, അതിന് ഫെസിലിറ്റീസ് ഉള്ള ഒരു വലിയ ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് പോകേണ്ടതായിരിക്കും നല്ലത് എന്നൊക്കെ ഡോക്ടർ പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും കാവേരിക്കാകെ പേടിച്ച് വിറക്കുകയാണ്. ഓപ്പറേഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ഭയം വരുമല്ലോ. അങ്ങനെ നമ്മുടെ ഗംഗയാണെങ്കിൽ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന കാണുന്ന കാവേരി ചോദിക്കും, ചേച്ചിക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയായിരുന്നോ എന്ന് ചോദിക്കാം. എനിക്ക് എന്തെങ്കിലും അറിയായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ പറയില്ലായിരുന്നോടി എന്ന് ഗംഗ ചോദിക്കാം. അന്ന് അമ്മയുടെ കൂടെ ആരാ ബൈസ്റ്റാൻഡറായിട്ട് നിന്നത് നിളയുടെ പ്രസവ സമയത്ത് എന്ന് കാവേരി ഇങ്ങനെ ചിന്തിക്കുക. അത് അച്ചമ്മയല്ലാതെ ആര് നിൽക്കാനാ? നിനക്ക് ഓർമ്മയില്ലേ, അന്ന് അച്ചമ്മയായിരുന്നു അമ്മയുടെ കൂടെ ആശുപത്രിയിൽ നിന്നത്, നമ്മൾ വീട്ടിലുമായിരുന്നു എന്ന് പറയാം. അപ്പൊ കാവേരിയുടെ മനസ്സിലേക്ക് നിള ജനിച്ച കാര്യങ്ങളൊക്കെ ഓർന്നു വരിക. ചേച്ചി, എന്തൊക്കെ ഈ കേൾക്കുന്നത്? നിളയ്ക്ക് ഓപ്പറേഷൻ എന്നൊക്കെ പറയുമ്പം എനിക്കറിയില്ല കാവേരി, നമ്മുടെ കുടുംബത്തിൽ എന്തൊക്കെയായി നടക്കുന്നതെന്ന്. അപ്പം വിനീത് പറയും, ഒരു ഓപ്പറേഷൻ എന്നൊക്കെ പറയുമ്പം അതിന് വലിയൊരു തുക തന്നെ വേണ്ടി വരത്തില്ലേ എന്ന് ചോദിക്കാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ കയ്യിൽ അതിനുള്ള പൈസ ഇല്ലല്ലോ എന്ന് പറയാം. അപ്പൊ കാവേരി പറയും, എന്തെങ്കിലും ഒരു വഴി തെളിയാതിരിക്കില്ല. ഇപ്പോൾ തന്നെ സമയം വൈകിയെന്നല്ലേ ആ ഡോക്ടർ പറയുന്നത്. എത്രയും വേഗം നമുക്ക് നിളയുടെ ഓപ്പറേഷൻ നടത്തണം എന്ന് പറയാം. നിളയ്ക്ക് ഓപ്പറേഷൻ നടത്തണമെന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. പക്ഷെ നമ്മൾ എങ്ങനെ നടത്തും എന്ന് ഗംഗയും ചോദിക്കുക. അതുമല്ല, ആ ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ, ഈ ആശുപത്രിയിൽ അതിനുള്ള ഫെസിലിറ്റീസ് ഒന്നും ഇല്ലെന്ന്. നമ്മളോട് ഏതെങ്കിലും വലിയൊരു ആശുപത്രിയിലേക്ക് നിളയായിട്ട് എത്രയും വേഗം പോകണമെന്നല്ലേ അദ്ദേഹം പറഞ്ഞത് എന്ന് ചോദിക്കാം. എന്തെങ്കിലും ഒരു വഴി തെളിയും ചേച്ചി, നമുക്ക് നമ്മുടെ നിളയെ രക്ഷിക്കാൻ പറ്റും എന്ന് കാവേരി ആത്മവിശ്വാസത്തോടു കൂടി തന്നെ പറയാണ് കേട്ടോ. ഇതേ സമയം ശാരദ നിളയുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അമ്മയെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് ശാരദ കരയുന്ന കാണുന്ന നിളക്കുട്ടി ഓരോരോ കോമഡിയൊക്കെ പറഞ്ഞ് ശാരദയെ ചിരിപ്പിക്കും കേട്ടോ. അപ്പം അമ്മയും മകളും കൂടി സന്തോഷത്തോടെ ചിരിച്ച് കളിച്ച് സംസാരിക്കുന്നതൊക്കെ കാവേരി പുറത്തു നിന്ന് വാതിലിലൂടെ നോക്കി കാണുന്നുണ്ട്. ഇതേ സമയം ഗംഗയാണെങ്കിൽ അച്ഛമ്മയെ ഫോൺ വിളിക്കുകയാണ് കേട്ടോ. നമ്മുടെ യമുനയാണ് വളരെയേറെ സന്തോഷത്തിലാണ്. നീ ഇന്നും
എന്നും ഒരു രക്ഷകനെ പോലെ വന്ന് തന്നെ രക്ഷപ്പെടുത്തി. നിവിന്റെ മനസ്സിൽ ഈ ഞാൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെയുള്ള ചിന്തയാണ് കേട്ടോ. തൻ്റെ കൂട്ടുകാരികൾ പറഞ്ഞ പോലെ നിവിൻ ചേട്ടൻ സ്നേഹിക്കുന്നത് ഈ എന്നെ മാത്രമാ. ഇതിനിടയിലേക്ക് ആരും വരാൻ പാടില്ല, ആരും വരാൻ ഞാൻ അനുവദിക്കില്ല. അങ്ങനെയൊക്കെ മനസ്സിൽ കരുതി കൂട്ടി വളരെ സന്തോഷത്തോടു കൂടിയാണ് യമുന വീട്ടിലേക്ക് വരുന്നത്. രാധമ്മയാണ് വീട്ടിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പൊ രാധമ്മ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന കാണുന്ന യമുന അടുത്തേക്ക് ചെന്ന് ചോദിക്കും, എന്താ അച്ഛമ്മേ ഇവിടെ ആരും ഇല്ലേ എന്ന് ചോദിക്കുക. ഇവിടെ ആരും ഇല്ല. എല്ലാരും എവിടെ പോയി? അത് നിളക്കുട്ടിയുടെ സ്കൂളിൽ നിന്ന് വിളിച്ചിരുന്നു. അവൾ തല കറങ്ങി വീണു. അവളെ ടീച്ചർമാരെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. അവിടേക്ക് പോയിരിക്കുക. ആരൊക്കെ കൂടിയാ പോയിരിക്കുന്നത്? ഗംഗയും വിനീതും നിന്റെ അമ്മയും കാവേരിയും അവരെല്ലാവരും കൂടിയാ പോയിരിക്കുന്നത്. കുഴപ്പമൊന്നും ഉണ്ടാകില്ല അച്ഛമ്മേ എന്ന് യമുന പറയാ. അത് തന്നെയാ ഞാനും വിശ്വസിക്കുന്നത്. അല്ല, ഇടയ്ക്കിടയ്ക്ക് ഇപ്പം നിളയ്ക്ക് തല കറങ്ങി വീഴുന്നുണ്ടല്ലോ. അന്ന് അച്ഛമ്മയ്ക്ക് ഓർമ്മയില്ലേ, ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും തനിയെ അറിഞ്ഞപ്പോഴും ഇതേ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്, അന്ന് തോട്ടിൽ വെച്ച് എന്ന് പറയാം. എനിക്കറിയില്ല മോളെ, ഈ കുടുംബത്തില് എന്തൊക്കെയായി നടക്കുന്നതെന്ന്. എൻ്റെ കുഞ്ഞിന് ഒരാപത്തും വരാതിരുന്നാ മതി എന്ന് പറഞ്ഞ് രാധമ്മ കരയാ. പെട്ടെന്നാണ് രാധമ്മയുടെ ഫോൺ ബെല്ലടിക്കുന്നത്. ദേ ആശുപത്രിയിൽ നിന്നായിരിക്കും, രാധമ്മ എടുക്കുക എന്ന് യമുന പറയാണ്. അത് കേൾക്കുന്ന രാധമ്മ ഫോൺ അറ്റൻഡ് ചെയ്യുക. ആരാ എന്ന് ചോദിക്കുക. ഗംഗയെ വിളിക്കുന്നത്. എന്നാൽ സ്പീക്കറിലിട എന്ന് യമുന പറയണം. എന്നിട്ട് യമുന തന്നെ മേടിച്ച് സ്പീക്കറിലിടാം. എന്തായി മോളെ, നിളയ്ക്ക് ബോധം വന്നോ? കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എൻ്റെ കുഞ്ഞിന് എന്ന് രാധമ്മ ചോദിക്കുക. അത് കേൾക്കുന്ന ഗംഗ പറയും, ഏയ് പ്രശ്നമൊന്നുമില്ല, അവൾക്ക് ബോധം തെളിഞ്ഞിട്ടുണ്ട് എന്ന് പറയാം. നിങ്ങൾ എന്താ പിന്നെ വരാത്തത്? എന്താ വൈകുന്നേ എന്ന് രാധമ്മ വീണ്ടും ചോദിക്കുകയാണ്. ഉടനെ തന്നെ വരും രാധമ്മേ, ടെൻഷൻ ആകണ്ട എന്ന് പറയാം. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ അച്ഛമ്മയോട് എന്ന് ഗംഗ വീണ്ടും ചോദിക്കുക. എന്താ കാര്യം? അല്ല, അന്ന് നീള ജനിക്കുമ്പം അമ്മയുടെ കൂടെ അച്ഛമ്മയല്ലായിരുന്നോ നിന്നത് എന്ന് ചോദിക്കുക. അതെ, എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുക. അന്ന് ആ ഡോക്ടർ എന്തെങ്കിലും പ്രത്യേകിച്ച് പറഞ്ഞിരുന്നോ നിളയുടെ ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് എന്ന് ചോദിക്കുക. അത് കേൾക്കുന്ന രാധമ്മ ഞെട്ടിത്തെറിച്ച് നിൽക്കുക. എന്തൊക്കെയാ മോളെ നീ ചോദിക്കുന്നത്? എനിക്കൊന്നും ഓർമ്മയില്ല, ഡോക്ടർ ഒന്നും പറഞ്ഞതായിട്ടും എനിക്ക് ഓർമ്മയില്ല എന്ന് രാധമ്മ പറയാണ്. പെട്ടെന്ന് യമുനയ്ക്ക് പേടിച്ച് വരയ്ക്കുക. എന്താ ഗംഗേച്ചി, എന്താ ഉണ്ടായത്? നിളയ്ക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കുക. അത് നിളയ്ക്ക് ഹാർട്ടിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എത്രയും വേഗം ഒരു സർജറി വേണമെന്നാ പറയുന്നേ എന്ന് പറയണ. ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? ഞാൻ എത്രയും വേഗം അങ്ങോട്ട് വരിക എന്ന് യമുന അപ്പൊ പറയും. ഏയ്, നീ അങ്ങോട്ട് വരേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങൾ ഇപ്പൊ തന്നെ നിളയം കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരും. ഇവിടെ നിന്നിട്ടും കാര്യമൊന്നുമില്ല എന്നാ ഡോക്ടർ പറഞ്ഞേ എന്ന് പറയാൻ കേട്ടോ. പക്ഷെ ഇത് കേൾക്കുന്ന യമുന സമാധാനത്തോടെ വീട്ടിലിരിക്കുന്നില്ല. അപ്പൊ തന്നെ ഞാൻ ആശുപത്രിയിലേക്ക് പോവാ എന്നും പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് ഓടുകയാണ്. അപ്പൊ രാധമ്മ വിളിക്കും, വേണ്ട, അവരിങ്ങോട്ടല്ലേ വരുന്നത്, നീ സമാധാനപ്പെട എന്ന് പറയാ. ഇല്ല, എനിക്ക് നിളയെ കാണണം എന്ന വാശിയോടുകൂടി യമുന പോവാണ് കേട്ടോ. ഇതേസമയം രാധമ്മയും നെഞ്ചത്ത് കൈ പിടിച്ച് നിൽക്കുകയാണ്. എൻ്റെ ഈശ്വര, ഞങ്ങളെ പരീക്ഷിച്ച് മതിയായില്ലേ, എൻ്റെ കുഞ്ഞിനൊരു ആപത്തും ഉണ്ടാകല്ലേ എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നിൽക്കാം. അപ്പൊ യമുന നേരെ ആശുപത്രിയിലേക്കായിട്ട് പോവാണ് കേട്ടോ. ഇതേസമയം നമ്മുടെ ഗംഗയാണെങ്കിൽ അച്ഛമ്മയെ ഫോൺ വിളിച്ചതിന് ശേഷം കാവേരിയുടെ അടുത്തേക്ക് ചെല്ലുക. ചേച്ചി, എന്താ രാധമ്മ പറഞ്ഞത് എന്ന് ചോദിക്കുക. അത് അച്ഛമ്മയ്ക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല എന്നാ പറയുന്നത്, അച്ഛമ്മയ്ക്ക് ഓർമ്മയില്ല എന്ന് പറയാം. ഇനിയിപ്പം നമ്മൾ എന്താ ഗംഗേച്ചി ചെയ്യുക എന്ന് കാവേരി ചോദിക്കുക. എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ടെൻഷൻ ആവണ്ട, എന്തെങ്കിലും ഒരു വഴി നമുക്ക് മുന്നിൽ തെളിയും. നമുക്ക് എത്രയും വേഗം നിളയായിട്ട് സിറ്റിയിലുള്ള ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം ചേച്ചി എന്ന് പറയാം. അങ്ങനെ അവരെല്ലാവരും ടെൻഷൻ അടിച്ച് ആ ഒരു തീരുമാനത്തിൽ തന്നെ എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇതേസമയം നിവിനും വീട്ടിലാകെ ടെൻഷൻ അടിച്ച് ചിന്തിച്ചുകൊണ്ട് നടക്കുകയാണ്. കാവേരിയുടെ മനസ്സ് തുറന്ന് തനിക്കൊന്ന് സംസാരിക്കാൻ പോലും ഇതുവരെയും അവസരമുണ്ടായിട്ടില്ല. അതുമാത്രമല്ല, ഇനിയിപ്പം വിനീതിന്റെ സഹായവും ഉണ്ടാകില്ല. അവൻ തീർത്തും തന്നെ സഹായിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നുള്ള ചിന്തകളൊക്കെ കടന്നു വരിക. ഒരിക്കലും കാവേരിയുടെ സ്ഥാനത്ത് രാഗിണിയെ തനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാവേരി അല്ലാതെ മറ്റാരും തൻ്റെ ഭാര്യയായിട്ട് വരാൻ പാടില്ല എന്നൊക്കെയുള്ള ചിന്തകൾ കൂടി നടക്കാണ് കേട്ടോ. എന്ത് ചെയ്യണം, എങ്ങനെ പ്രവർത്തിക്കണം എന്നൊന്നും നിവിന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്